എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? ഇനി ആരും അതിദാരിദ്ര്യത്തിലേക്ക് പോകാതിരിക്കാനാണ് മിനിഞ്ഞാന്ന് സഖാവ് പിണറായി പ്രഖ്യാപിച്ചത്. ഒരു 62 ലക്ഷം വീട്ടിൽ 2000 രൂപ വെച്ച് പെൻഷൻ തരും. ഈ നാട്ടിൽ നീ എല്ലാവരോടും പാടിക്കൊണ്ട് കിടക്കുന്ന പാട്ടല്ലേ? ആകെ 1 കോടി കുടുംബങ്ങൾ കേരളത്തിലുണ്ട്. ശരാശരി ഏതാണ്ട് 62 ലക്ഷം വീടുകളിലേക്ക് ആ പെൻഷൻ എത്തും. 35 ലക്ഷം വീട്ടിൽ വീട്ടമ്മമാർക്ക് ഒരു 1000 രൂപ വെച്ച് കൊടുക്കും. ഞാൻ വിശ്വസിക്കണം അല്ലേ? നടക്കട്ടെ നിന്റെ ചുറ്റിക്കളി. അപ്പൊ ഈ 2 പദ്ധതിയുടെ ഏതാണ്ട് 1 കോടി കവർ ചെയ്യുകയാണ്. അതിനർത്ഥം എന്താണ്? നമ്മുടെ കേരളത്തിലെ 3.5 കോടി മനുഷ്യരിൽ ഭൂരിപക്ഷം കുടുംബങ്ങളെയും ഈ സർക്കാർ എന്തെങ്കിലും ആനുകൂല്യം കിട്ടുന്ന വീടാക്കി മാറ്റുകയാണ്. മനോഹര, നിന്നെ ഞാൻ കൊല്ലം കുറേയില്ലേ കാണാൻ തുടങ്ങിയിട്ട്. ഇത് അതിദാരിദ്ര്യം ഇല്ലാതാക്കാനോ ഈ നിലയിലേക്ക് കേരളത്തെ എത്തിക്കാനോ ഇന്ന് തുടങ്ങിയതല്ല ഇത്. അത് ആദ്യം മനസ്സിലാക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, മുറ്റത്തെ കിണർ നടപ്പില്ല. മുറ്റത്തെ കിണറിന് ഏതെങ്കിലും ഗവൺമെന്റ് ഇന്ത്യ രാജ്യത്ത് വീടില്ലാത്തവരുണ്ടോ? തപ്പിപ്പോയോ? അതിദാരിദ്ര്യമുള്ളവരുണ്ട്, തപ്പിപ്പോയോ? കൂട്ടം തെറ്റിയ ആടിനെ തടിപ്പോവുക എന്ന് ബൈബിളിൽ പറയുന്ന പോലെ ഈ പിണറായി വിജയന്റെ ഗവൺമെന്റ് ഈ തപ്പിപ്പോയെന്ന്. കൃഷ്ണവിലാസം വലിയ വെടി ചെറിയ വെടി വെടി വഴിപാടാണല്ലേ. അങ്ങനെ തപ്പിപ്പോയിട്ട് കയ്യിൽ കിട്ടിയതിനെയാണ് ഇപ്പൊ നമ്മൾ കണക്കാക്കിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അത് പൂർണ്ണമായത്. ഞങ്ങളുടെ അഭിമാനം എന്താണ്? ഈ കേരളത്തിലെ മനുഷ്യന്റെ ജീവിതം, ആദിവാസി ജനവിഭാഗങ്ങളുടെ അടക്കം ജീവിതം മെച്ചപ്പെടുത്തിയത് വിദ്യാഭ്യാസം. നിന്നെ സമ്മതിക്കണം. നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നത്? ഇപ്പൊ തന്നെ വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ അവിടുത്തെ സ്കൂളിന്റെ കുട്ടികളുടെ മികവ് കണ്ടില്ലേ? ഇനിയും എത്താനുണ്ടോ? നോക്കാം. ഞങ്ങൾ 9.5 കൊല്ലമല്ലേ ആയുള്ളൂ ഭരിക്കുന്നത്. ഏതാണ്ട് എല്ലാ വിദ്യാലയങ്ങളും നന്നായിട്ടുണ്ട്. ഇനിയും നന്നാക്കാനുണ്ടോ? നമുക്കത് പരിശോധിക്കാവുന്ന. ഏതാ നിന്റെ രാജ്യം? കോഴിക്കോട്. കുതിരവട്ടമല്ലല്ലോ. അതുപോലെ ആശുപത്രി, എല്ലാ ആശുപത്രികളും മികവാർന്നതാക്കിയിട്ടുണ്ട്. പൊതുവിൽ ഇനിയും വേണ്ട, ഇനിയും വേണം. ഞങ്ങൾ പോകാതെ ഇരിക്കടോ. സുനാമി ഭൂകമ്പൊക്കെ വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ? ഇന്ന് ഇന്ത്യ രാജ്യത്ത് പണിയെടുക്കുന്ന മനുഷ്യൻ ഏറ്റവും ഉയർന്ന കൂലി കേരളത്തിലാണ്. അത് വാങ്ങിച്ചു കൊടുത്തതിൽ ഞങ്ങളുടെ സമരത്തിന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമരത്തിന് വലിയ പങ്കുണ്ട്. ഈ സമരം എല്ലാം നടത്തിയപ്പോൾ കേരളം തകരുമെന്നാണ് ഒരു കൂട്ടർ പറഞ്ഞത്. എന്തോന്നാണോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഇന്ന് ലോകത്ത് പുതിയൊരു മാറ്റം വന്നിരിക്കുന്നു. എന്താണ് വന്ന മാറ്റം? ഇന്ന് ലോകത്തുണ്ടായിരിക്കുന്ന ഏറ്റവും പുതിയ മാറ്റം, തദ്ദേശീയ മൂലധനത്തിന് പ്രോത്സാഹനമില്ല. എല്ലാം ആഗോള മൂലധനത്തിനാണ് പ്രോത്സാഹനം. ഇതാ കേരളത്തിലെ ഗവൺമെന്റ് ഇവിടുത്തെ തദ്ദേശീയ മൂലധനം, ഇവിടുത്തെ വ്യാപാരിയോട്, ഇവിടുത്തെ വ്യവസായിയോട്, ഇവിടെ പണമിറക്കാൻ സഹായിക്കാൻ താല്പര്യമുള്ളവരോട് ഞങ്ങൾ അഴിമതി നടത്തൂല. ഞങ്ങളുടെ സർക്കാർ ഓഫീസെല്ലാം കെ സ്മാർട്ടിൽ ഗംഭീരാക്കിയിട്ടുണ്ട്. നിങ്ങൾ അപേക്ഷിച്ച ലൈസൻസ് കിട്ടും, നല്ല റോഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ല വെള്ളം കിട്ടും, ഇവിടെ 24 മണിക്കൂർ കറണ്ട് കിട്ടും, എല്ലാവർക്കും നെറ്റ് സൗകര്യം കിട്ടുന്ന ഒരു കേരളമാണ്. നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു? കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. പിന്നെ നല്ല മനുഷ്യന്മാർ ഇവിടെയുണ്ട്. അവർക്ക് എന്തെങ്കിലും ഒരു അക്കാഡമിക് ക്വാളിഫിക്കേഷന്റെ അടിസ്ഥാനത്തിൽ ജോലി കിട്ടാനൊരു കുറവുണ്ടോ? വിജ്ഞാന കേരളം പദ്ധതിയിലൂടെ ബ്രിഡ്ജിംഗ് കോഴ്സ് ഉണ്ടാക്കുകയാണ്. 1000 രൂപ മാസം ആ പിള്ളേർക്കെല്ലാം കൊടുക്കും. ഞങ്ങൾ അസ്വസ്ഥരാണ്. ഈ വ്യവസ്ഥയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഇതാണ് കേരളത്തിന്റെ പ്ലാൻ. ഒരു 3 കൊല്ലം കൂടെ തന്നാൽ എല്ലാവർക്കും വീടുള്ള കേരളാവും. താൻ കുറെ വികസിപ്പിച്ചതല്ലേ ഗ്രാമം, ഇനി മതി. എനിക്ക് ആദിവാസികളെ പറ്റി അറിയാമെന്ന് പറയാൻ കാരണം 2008 ഈ ഇന്നലെയൊന്നും അല്ല, ഞാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രോജക്റ്റ് വർക്കിന് വേണ്ടിയിട്ട് വയനാട് മുഴുവനും സർവേ ചെയ്തത്, എല്ലാ ആദിവാസി ഊരുകളിലും സർവേ ചെയ്തതാണ്. ചിലരെ ഒഴിച്ചാൽ ബാക്കി എല്ലാ ആദിവാസി കൂട്ടങ്ങളും വലിയ ദാരിദ്ര്യത്തിൽ കഴിയും. ആ ദാരിദ്ര്യത്തിനെ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച കാരണം അവിടെ കൃഷിയിലുണ്ടായ തോൽവിയാണ്. പറഞ്ഞത് കേട്ടോടാ, അന്തസ് വേണോടാ, അന്തസ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ കൃഷി കുറഞ്ഞു വരുമ്പോൾ വയനാട്ടിലും കൃഷി കുറയുകയാണ്. വയനാട്ടിൽ ഈ ആദിവാസികളെല്ലാം നെൽകൃഷിയെ ആശ്രയിച്ചു കഴിഞ്ഞു. അതായത് ജന്മിമാരുടെയോ അല്ലെങ്കിൽ കുടിയേറ്റക്കാരുടെയോ ഒക്കെ കൃഷിയുടെ കൂടെ ആ കൃഷി ചെയ്യുന്ന പണിയായിരുന്നു അവർ ചെയ്തിരുന്നത്. മനസ്സിലായില്ല? മനസ്സിലാക്കാൻ എന്റെ പാർട്ടിക്കാരെ പോലെ തന്നെ നിനക്കും കുറച്ച് ടൈം എടുക്കും. കൃഷി ഇല്ലാതെ വരുമ്പോഴേക്കും അവരാണ് പിന്നെ പുറത്തു പോകുന്നത്. പിന്നെ ഈ പിണറായി വിജയൻ ഗവൺമെന്റ് ഇവർക്കെല്ലാം, അതായത് നമ്മുടെ അതിദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ പർച്ചേസിംഗ് പവർ 100 രൂപയാകട്ടെ 200 രൂപയാകട്ടെ എന്തുമാകട്ടെ, തൊഴിലില്ലെങ്കിൽ എവിടെ നിന്നാണ് പർച്ചേസിംഗ് പവർ വരുന്നത്? അനിൽകുമാർ പറഞ്ഞു 1000 രൂപ വീതം കൊടുക്കുന്ന കാര്യം, ഒരു മാസം 1000 രൂപ എങ്കിലും ഒരു വീട്ടിൽ ഒരു കുടുംബത്തിൽ കിട്ടുന്ന കാര്യം. ആ 1000 രൂപ, അതായത് 1600 രൂപ കുടുംബ പെൻഷൻ, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 5 മാസം വരെ കുടിശ്ശികയായിരുന്ന സംസ്ഥാനമാണിത്. ഇതേ ഗവൺമെന്റിന്റെ കീഴിൽ തന്നെ. അവൻ പറഞ്ഞ നേരെ. അപ്പൊ 1000 രൂപ ഉണ്ട് എന്ന് പറഞ്ഞ്
ഒരു 6 മാസം കഴിഞ്ഞ് 1000 രൂപ കയ്യിൽ കിട്ടിയാൽ അത് എങ്ങനെയാണ് ഭക്ഷണമായിട്ട് മാറുന്നത്, അതെങ്ങനെയാണ് പാർപ്പിടമായിട്ട് മാറുന്നത്, അതെങ്ങനെയാണ് വസ്ത്രമായിട്ട് മാറുന്നത്? ആകെ ചളമായി ഇനിയിപ്പോ എന്തോ ചെയ്യും? ചക്ക കുഴയുന്ന പോലെ. അപ്പോ ഈ വയനാട് ജില്ലയിൽ പോലെ തന്നെ ആയിരിക്കും ഇതുപോലെയുള്ള പാവപ്പെട്ടവർ ജീവിക്കുന്ന മറ്റു ജില്ലകളിലെയും സർവേ. നാട്ടുകാരുടെ ഭാഗ്യദോഷം അല്ലാതെ എന്ത് പറയാനാ? അല്ലേ സാറേ? സർവേയിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അത്രേ. പക്ഷേ പുരപ്പുറത്ത് വെച്ച് നടത്തിയ സർവേ ആയിരിക്കാം, അതുമല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ നടത്തിയ സർവേ ആയിരിക്കാം. ഇതല്ലാതെ വീടാന്തരം കയറി ഇറങ്ങി നടത്തിയ സർവേ ആണെങ്കിൽ ഈ സർവേ റിപ്പോർട്ട് ഇങ്ങനെ ആയിരിക്കത്തില്ല എന്ന് ഞാൻ ആണയിട്ട് പറയുന്നു. ഹാഷ്മി, കഴുത്തുവരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയില് ഹാന ചവിട്ടിന്ന് പറഞ്ഞ പോലെ ഏത് സർവേ നടത്തിയാലും ആ സർവേ എവിടെ നടത്തുന്നു, എങ്ങനെ നടത്തുന്നു എന്നുള്ള കാര്യങ്ങളുണ്ട്. ഏതെങ്കിലും എലീറ്റ് ആയിട്ടുള്ള ഒരു സമൂഹത്തിന്റെ, ഇപ്പൊ ഒരു ജില്ലയിൽ പോയി അവിടെ എലീറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ സർവേ നടത്തിച്ചൊന്നും അവിടെ ദാരിദ്ര്യം കാണില്ല. ദാരിദ്ര്യം കണ്ടെത്തണമെങ്കിൽ അവിടുത്തെ ഏറ്റവും പാവപ്പെട്ടവർ ജീവിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലണം. അത്തരം ഗുഹാമുഖങ്ങൾ കണ്ടുപിടിച്ച് സർവേ നടത്തണം. അങ്ങനെ ഈ 14 ജില്ലകളിലും സർവേ നടത്തിയിരുന്നെങ്കിൽ ഇതുപോലെ ഒരു റിപ്പോർട്ട് ഒരിക്കലും പുറത്തു വരില്ലായിരുന്നു. നീയൊക്കെ കാര്യം മനസ്സിലാക്കണം, ഈ തടി മണ്ണോ മാത്രം പോരാ, മൂള വേണം, മൂള. അത് ഉറപ്പുള്ളത് കൊണ്ടാണ്. അതേപ്പറ്റി ധാരാളം സർവേ നടത്തിയിട്ടുണ്ട്. എനിക്ക് നല്ല അനുഭവമുണ്ട്. സർവേ നടത്തി കേരളത്തിൽ ഉടനീളം, കേരളത്തിലെ 14 ജില്ലകളിൽ. എന്റെ ഉള്ളിലുണ്ട് സത്യവും ധർമ്മവും നീതിയും ദാഹിക്കുന്ന ഒരു മനസ്സ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ റിപ്പോർട്ടിൽ പറയുന്ന ഈ പറയപ്പെട്ട കാര്യങ്ങളിൽ എല്ലാം സത്യത്തിന്റെ കുറച്ച് അംശങ്ങളൊക്കെ കാണും. ഞാൻ പറഞ്ഞില്ലേ, എവിടെ പോയി സർവേ നടത്തി എന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കും സർവേയുടെ റിസൾട്ട്. എന്ത് ചെയ്യുന്നതിന് മുമ്പും ഒന്ന് ആലോചിക്കണം. വെറുതെ എടുത്തു ചാടരുത്. എന്താ ഇപ്പൊ എടുത്തു ചാടിയാല് കുണ്ടി കുത്തി വീഴും. പോവർട്ടി റേറ്റ് കണ്ടുപിടിക്കാനാണെന്നുണ്ടെങ്കിൽ പോവർട്ടി സ്ട്രിക്കൺ ഏരിയയിൽ വേണം സർവേ നടത്താനായിട്ട്. ആർക്കും പറ്റും. ഒന്നൊന്നുമല്ല, അബദ്ധേ ഈ പറ്റൂ. അതിദാരിദ്ര്യ മുക്തി എന്ന് പറയുന്നത് തുടങ്ങിയത് ഇപ്പോഴല്ലെന്നേ, 2ാം പിണറായി സർക്കാരിന്റെ 1ാമത്തെ മന്ത്രിസഭാ യോഗത്തിലാണ്. അത് ഈ ഇലക്ഷന് വേണ്ടി തുടങ്ങിയത് അല്ലെന്ന്. സർക്കാരിന്റെ കാര്യം ഇവിടെ മുന്നിൽ പോകരുത്. അവരുടെ പരിഷ്കാരങ്ങളാ ഞങ്ങൾ ഗതികേട്ടിലെത്തിച്ചത്. അത് നടപ്പാക്കിയതിന്റെ പരിപാടി ഞാൻ അങ്ങോട്ട് പറയാം. ബഹുമാനപ്പെട്ട മേരി ജോർജ് ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്തെ പ്ലാനിംഗ് ബോർഡ് മെമ്പറല്ലേ, അവർക്ക് ഇതുപോലെ ഏതെങ്കിലും മൈക്രോ പ്ലാൻ ഉണ്ടായിരുന്നു? അതിനെന്താ കുഴപ്പമൊന്നും? സർവേ നടന്നത് എവിടെയാന്ന് അറിയില്ല എന്നാ പറഞ്ഞത്. ഇതോടുകൂടി എനിക്കൊരു കാര്യം വ്യക്തമായി. ബഹുമാനപ്പെട്ട മേരി ജോർജ് മാത്രമല്ല, ആ പ്രസ്താവനയിൽ ഒപ്പിട്ട ഒരൊറ്റയാളും ഈ കേരളത്തിൽ നിന്ന് 3.5 കൊല്ലമായി നടന്ന ഈ ഒരു കാര്യത്തിലും ശ്രദ്ധിച്ചിട്ടില്ല. എന്തോ ആളാക്കിയതാണല്ലേ. 439 കുടുംബങ്ങൾക്ക് 28.32 ഏക്കർ ഭൂമി. KPCCയുടെ വീട് പോലല്ല കേട്ടോ. ഒന്ന് നിർത്തണോ തന്റെ ഈ 5522 വീടുകൾ നവീകരിക്കാൻ അഡീഷണൽ 2 ലക്ഷം. 34,672 കുടുംബങ്ങൾക്ക് അവിദഗ്ധ തൊഴിൽ മേഖലയിൽ അധികമായി 77 കോടി. 4,394 കുടുംബങ്ങൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ ഉണ്ടാക്കി നൽകി. അതിന് പണം കൊടുത്തു. തള്ളി ഇവിടം വരെ കൊണ്ടുവന്നില്ലേ, ഇനി തള്ളല്ലേ താങ്ങും. 5,777 പേർക്ക് സ്വാന്തന പരിചരണം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്നലത്തെ കിറ്റല്ല, ഇത് നടത്തിക്കൊണ്ടേ ഇരിക്കുക. പ്രസംഗം എഴുതി പണിച്ചോണ്ടൊന്നും കാര്യമില്ല. ആന കരിമ്പിൻ തോട്ടത്തിൽ ഇറങ്ങിയ പോലെ ആയി. 29,427 കുടുംബങ്ങളിലെ 85,721 പേർക്ക് ആരോഗ്യ പരിരക്ഷാ സേവനങ്ങൾ. ഞങ്ങളെ വെറും മണ്ടന്മാരാക്കരുത്. ഞങ്ങളും കഞ്ഞിയുടെ വെള്ളം കുടിച്ചാൽ കഴിയുന്നത്. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.